തോൽവി, റിജക്ഷൻസ് ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഇതൊന്നും ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ഒന്ന് പണിയെടുത്ത് നോക്കിയേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയപ്പെട്ടിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അതൊരു പരീക്ഷയിലാവാം, ബിസിനസ്സിലാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ബന്ധത്തിലും ആവാം. തോൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി എന്ത്? പക്ഷേ ഈ ഫെയിലിയേഴ്സ് ഓവർകം ചെയ്യാൻ ഒരു 3 സ്റ്റെപ്സ് പ്രോസസ്സ് ഉണ്ട്. ലൈഫിൽ ഇനി ഫെയിലിയേഴ്സ് വരുമ്പോൾ ഈ 3 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 1, റീഫ്രെയിം ദ സിറ്റുവേഷൻസ് ആൻഡ് അനലൈസ് ആൻഡ് ലേൺ. ജീവിതത്തിലെ ഓരോ തിരിച്ചടികളും വരുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല കാര്യം കൂടി വരുന്നുണ്ടാകും, നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആണോ അത്രത്തോളം തന്നെ പോസിറ്റീവായ കാര്യം കൂടി അതിലുണ്ടാകും. പക്ഷേ പലപ്പോഴും അത് ഹിഡൻ ആവും, ഒളിച്ചിരിക്കുമാവും. അപ്പോൾ അത്ര പെട്ടെന്ന് നമുക്കത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഏതൊരു മോശം സിറ്റുവേഷൻ വരുമ്പോഴും അതിൻ്റെ ഒപ്പം ആ ഒരു പോസിറ്റീവ് തിങ്ങിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ സിറ്റുവേഷനെ റീഫ്രെയിം ചെയ്യുക എന്നത് മാത്രമാണ് ഒരു വഴിയുള്ളത്. അതിന് ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാറ്റിപ്പിടിക്കുക. നമ്മൾ തോൽക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സഹതാപമൊക്കെ വരും. അല്ലെങ്കിൽ പറയും, ഓ ഇത് ഏത് നേരത്താണോ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത് എന്നൊക്കെയല്ലേ. പക്ഷേ നിങ്ങളെ സ്ട്രോങ്ങർ ആൻഡ് വൈസറാക്കാനുള്ള ഒരു തിരിച്ചടി മാത്രമാണ് ഇതെന്ന് ചിന്തിച്ച് നോക്കിക്കേ. അത് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഇത് അതത്ര സിമ്പിൾ അല്ലായിരിക്കും, എങ്കിൽ കൂടിയും ഇതിന് നിങ്ങൾ എഫേർട്ട് എടുത്തേ മതിയാവൂ. സോ തോൽവികൾ വരുമ്പോൾ അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദി ലെസൺ. എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് സ്വയം ചോദിക്കുക. പരാജയത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന പാഠങ്ങളെ കണ്ടെത്തുക. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളോട് തന്നെ എംപവറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നതാണ്. അപ്പോൾ അതിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ടിത് സംഭവിച്ചു, അടുത്ത തവണ ഇതെങ്ങനെ ഒഴിവാക്കാം, എനിക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ, ഇങ്ങനെയൊക്കെ വേണം ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സാഡായിട്ട് ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീപ് മൂവിങ് ഫോർവേഡ് എന്നതാണ്. ആരെന്ത് പറഞ്ഞാലും ആ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പതറാതെ ഒരു നെക്സ്റ്റ് ന്യൂ സ്റ്റെപ്പ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ പുതിയൊരു സ്ട്രാറ്റജി തയ്യാറാക്കുക എന്നതാണ്. എന്നിട്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടെ വീണ്ടും പരിശ്രമിക്കുക. ഒരിക്കലും വീഴാത്തവനല്ല, വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുന്നവനാണ് യഥാർത്ഥ വിജയി. ഒരിക്കലും ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഒന്നും ഫോളോ ചെയ്യാതെ ഒരു തോൽവിയെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും ആ ഒരു തോൽവിയെപ്പറ്റി തന്നെ ചിന്തിച്ചും സാഡായിട്ടും ഇരിക്കുന്ന ഒരവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്കൊരു പ്ലാൻ പോലും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടായിക്കോണമെന്നില്ല. സോ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്റ്റെപ്സ്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പുതിയ പുതിയ സ്റ്റെപ്സ് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള സ്റ്റെപ്സ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തോറ്റിരിക്കാണ്ട് വിജയത്തിലേക്കുള്ള പാത നിങ്ങൾ തന്നെ കണ്ടെത്തി സക്സസ് ആവാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഞാൻ കരുതുന്നു. ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.